വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ മലേഷ്യയിൽ വന്നിട്ടുള്ള ഫസ്റ്റ് ഡേ ആണ്. ഇപ്പോൾ സമയം 5 മണിയായിട്ടുണ്ട് കേട്ടോ. വൈകിട്ട് നമ്മളിപ്പോഴാണ് കറങ്ങാനൊക്കെ വേണ്ടിയിട്ടൊന്ന് പുറത്തേക്ക് പോകുന്നത്. നമ്മളൊരു പാക്കേജ് എടുത്തിട്ട് ആണ് കേട്ടോ മലേഷ്യയിലേക്ക് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്കൊരു ഗൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ കൂടെ വേറെയും കുറേ ഫാമിലീസും കപ്പിൾസും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ചാണ് നമ്മൾ എല്ലാ സ്ഥലവും കാണാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ചെക്കിൻ ആയിട്ടുള്ള റൂം വേഗം ചെക്കിൻ ചെയ്തു, വേഗം ഒന്ന് ഫ്രഷായി, ഡ്രസ്സൊക്കെ മാറി ഞാൻ ഒരു ചെറിയൊരു ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ എടുത്തിട്ടുണ്ട്. ഇതൊരു അടിപൊളിയായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ടോപ്പെന്നോ ഒരു ഹുഡി എന്നൊക്കെ പറയാം. ഭയങ്കര ഇഷ്ടമായിട്ട് ഒരു ഹൈനെക്ക് ആയിട്ടുള്ളൊരു ടോപ്പാണ്. നല്ല ഇഷ്ടമായി, നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. എനിക്ക് തോന്നുന്നു ഞാനത് മിന്ത്രയിൽ നിന്നാണ് ഇത് പർച്ചേസ് ചെയ്തത്. എൻ്റെ ഔട്ട്ഫിറ്റൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. പിന്നെ റൂം ഒരു രക്ഷയില്ല, അടിപൊളി റൂമാണ് കേട്ടോ. ഒരു പ്രീമിയം ആയിട്ടുള്ള റൂമാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ എല്ലാ ഭംഗിയുണ്ടായിരുന്നു. പിന്നെ നമുക്ക് നല്ലൊരു വ്യൂ ആണ് ബാൽക്കണിയിൽ നിന്ന് കിട്ടുന്നത് കേട്ടോ. നല്ല വ്യൂ എന്ന് പറഞ്ഞാൽ നല്ല വ്യൂ ആണ്. ഇവിടെ ടവറും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. റൂം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം കേട്ടോ വീഡിയോയിൽ. അപ്പോൾ ഇപ്പോൾ ലേറ്റായി, അധികം എനിക്ക് ഇൻട്രോ പറയാൻ നേരമില്ല. സോ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. അതിന് മുന്നേ ആയിട്ട് ഞങ്ങൾ താമസിക്കുന്ന റൂം കണ്ടാലോ. ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന റൂം കേട്ടോ. 4 ദിവസം ഞങ്ങൾ ഇനി ഇവിടെ തന്നെയായിരിക്കും. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും വലിയൊരു റൂമിൽ താമസിക്കുന്നത്. ഇതെന്താ പറയുക, റൂം കം കിച്ചണും അതുപോലെ തന്നെ ടി വിയും എല്ലാം കൂടി ഇൻക്ലൂഡ് ആയിട്ടുള്ളൊരു വലിയ റൂമാണ് കേട്ടോ. കയറി ചെല്ലുമ്പോൾ റൈറ്റ് സൈഡിൽ കിച്ചൻ്റെ ഒരു സെറ്റപ്പാണ്. ഓവൻ, ഫ്രിഡ്ജ്, അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റവ്, കുറച്ച് പാത്രങ്ങളൊക്കെ ആയിട്ട് കബോർഡൊക്കെ ഉണ്ട് കേട്ടോ, കെറ്റിലൊക്കെ ഉണ്ട്. ലെഫ്റ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ വാഷ്റൂമാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള വാഷ്റൂമാണ് കേട്ടോ. എല്ലാം ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഗ്ലാസ് ഡോറിലാണ്. ബാത്ടബും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ല മിററും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ വാഷ്റൂമിൻ്റെ ഡോർ ഫുൾ ഇങ്ങനെ സ്ലൈഡ് ആക്കാൻ പറ്റുന്ന ഡോറാണ് കേട്ടോ. പിന്നെ റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ കബോർഡാണ്, ലോക്കർ വരുന്ന കബോർഡാണ്. പിന്നെ ഒരു മിറർ ഉണ്ട്, 2 സൈഡിലും മിറർ ഉണ്ട്. എൻ്റെ ബാക്കിലും മിറർ ഉണ്ട്. പിന്നെ നമ്മൾ അയൺ ബോക്സിൻ്റെ സ്റ്റാൻഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സോ അതുണ്ടായിരുന്നു. പിന്നെ ഇതാണ് നമ്മുടെ ബെഡ്. നല്ല വലിയ ബെഡാണ്. ഒരു സെറ്റി ഉണ്ട് നമുക്ക്. പിന്നെ ഇതാ ടി വി സ്റ്റാൻഡ്, ഫുൾ എല്ലായിടത്തും കബോർഡും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ടേബിൾ ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഒരു ചെയർ ഉണ്ട്. പിന്നെ വേറെ സെപ്പറേറ്റ് ഒരു ചെയർ ഉണ്ട്. പിന്നെ ലൈറ്റ് ലാമ്പ് ഉണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ ബാൽക്കണി വ്യൂ. KL ടവറാണ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നേരെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മലേഷ്യയിൽ ആ ഒരു ഐക്കോണിക് ആയിട്ടുള്ളൊരു സംഭവമല്ല KL ടവർ. പിന്നെ പിന്നെ ലൈറ്റ് ലാമ്പ് കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും വിച്ചൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ റൂം ടൂർ നമ്മൾ വന്നപ്പോൾ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വിച്ചു ഇവിടെ എത്തിയപ്പോൾ ക്ലീൻ ഷേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വിച്ചുകൊണ്ട് ക്ലീൻ ഷേവ് ചെയ്തു. വിച്ചുവിന് ക്ലീൻ ഷേവ് തന്നെയാണ് ഇഷ്ടം. പിന്നെ എൻ്റെ ഒരു അഭ്യർത്ഥന പ്രകാരമാണ് വിച്ചു കല്യാണ സമയത്ത് ക്ലീൻ ഷേവ് ചെയ്യാതിരുന്നത്. അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോൾ വിച്ചു ക്ലീൻ ഷേവ് ചെയ്തു. അപ്പോൾ നമ്മൾ താമസിക്കുന്ന റൂം ഹോട്ടലിൻ്റെ താഴത്ത് വന്ന് നിൽക്കുകയാണ് കേട്ടോ. നമ്മളെല്ലാവരും ഒരു 38 തോന്നുന്നുണ്ട്. നമ്മൾ 38 പേരുണ്ട് മൊത്തം. ഒരു പാക്കേജ് ആയ കാരണം നമ്മൾ 38 പേര് ഒരുമിച്ചാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗൈഡ് നമ്മളെ ഇന്ന് കൊണ്ടുപോകാൻ പോണത് ഫസ്റ്റ് ഒരു ഫുഡ് സ്ട്രീറ്റിലോട്ടാണ്. നമ്മൾ പോണത് ബസ്സിലാണ് കേട്ടോ, AC ബസ്സിലാണ്. ഇതാണ് നമ്മുടെ ബസ്. അപ്പോൾ നമുക്ക് 38 പേർക്കും ട്രാവൽ ചെയ്യാൻ പറ്റുന്നൊരു ബസ്സാണ്. ഇതാണ് നമ്മുടെ ഗൈഡ് കേട്ടോ. ഒരു ബാഗ് ഇട്ട് നിൽക്കുന്ന ആളാണ് നമ്മുടെ ഗൈഡ്. ഞങ്ങളെ പോലെ എല്ലാവരും ബാക്കിൽ റെഡി ആയിട്ട് വന്ന് നിൽക്കുകയാണ് കേട്ടോ. എല്ലാവരും ഫോട്ടോ എടുക്കുക, വീഡിയോ ഒക്കെ എടുക്കുകയായിരുന്നു. എനിക്ക് തോന്നുന്നു 10+ കപ്പിൾസ് ഉണ്ടായിരുന്നു. അതും ന്യൂലി മാരീഡ് കപ്പിൾസ് ആയിരുന്നു. അതിൽ ഏറ്റവും ലാസ്റ്റ് മാരീഡ് ചെയ്തത് ഞങ്ങൾ തന്നെയാണ് കേട്ടോ. കല്യാണം കഴിച്ചത് ഞങ്ങൾ തന്നെയാണ്. നമ്മുടെ ഹോട്ടലിൽ നിന്ന് ട്വിൻ ടവർ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അത് ഞാൻ പറഞ്ഞു, നല്ല വ്യൂ ആണ് കേട്ടോ. നമ്മുടെ ഹോട്ടലിൽ അത്യാവശ്യം നല്ല പ്രീമിയം ആയിട്ടുള്ള ഹോട്ടലാണ്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു ഹോട്ടലാണ് കേട്ടോ. They have varieties of food, right? Like the Malays, the Chinese, the Indian, and some Thailand, Vietnam, this kind of foods we have it over there. Alright? So you can have a stroll over there. Right? It's just a long street.
അങ്ങനെ നമ്മളിതാ നമ്മുടെ ഫസ്റ്റ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇതൊരു ഫുഡ് സ്ട്രീറ്റ് ആണ് ഫസ്റ്റ് പോണേന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. എനിക്കിങ്ങനെ ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് നോൺ ഐറ്റംസ്. അപ്പോൾ ഇവിടെയാണെങ്കിൽ നല്ല അടിപൊളി ഇങ്ങനെ സ്റ്റിക്കിൽ മീറ്റൊക്കെ കിട്ടുമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നല്ല അടിപൊളിയായിട്ടുള്ള ഫുഡ് സ്ട്രീറ്റ് ആണ് കേട്ടോ. അതുപോലെ തന്നെ തിരക്ക് അധികം ഉണ്ടായിരുന്നില്ല. നമ്മൾ പോയ സമയം ഒരു 5:30 5:45 ആ ഒരു ടൈമാണ്. അതുകൊണ്ട് തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ നമ്മൾ കുറച്ചധികം അങ്ങനെ നടന്നിട്ടാണ് പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് തുടങ്ങിയത്. നമ്മൾ ആദ്യം ഷോപ്പൊക്കെ നോക്കി. ഫുൾ അപ്പുറത്തും ഇപ്പുറത്തും ഷോപ്പുകളാണ്. അതുപോലെ തന്നെ നമ്മൾ നടക്കണേൻ്റെ ആ ഒരു പാത്തിലും 2 സൈഡിലും ഷോപ്പുകൾ ഉണ്ടായിരുന്നത്. അത് ചെറിയ ചെറിയ ഇങ്ങനെ സ്റ്റോർ പോലെയായിരുന്നു. അപ്പോൾ നമ്മുടെ അവിടുത്തെ ഓരോ ഷോപ്പിലെ മെനു കാർഡ് പിടിച്ചിട്ട് ഓരോരുത്തരും നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മളങ്ങനെ ഷോപ്പിൽ പോയിട്ട് ഫുഡ് കഴിച്ചില്ല. നമ്മൾ നടക്കണേന് തൊട്ടപ്പുറത്ത് ഇപ്പുറത്തായിട്ട് ചെറിയ സ്റ്റോർ പോലെ ഷോപ്പ് ഇട്ടിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് നിന്നാണ് കേട്ടോ ഫുഡ് കഴിച്ചത്. അത് നമ്മളിങ്ങനെ കോലിലിട്ട ചിക്കൻ, മീൻ, അതുപോലെ തന്നെ ബീഫൊക്കെയാണ് നമ്മൾ കഴിച്ച് നോക്കിയത് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് നടന്നു പറഞ്ഞില്ല. അപ്പം ഞങ്ങൾ കുറച്ച് അങ്ങനെ സ്ഥലമൊക്കെ കണ്ട് നടക്കുകയാണ്. എന്തൊക്കെയോ കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. ആദ്യം തന്നെ എന്തെങ്കിലുമൊക്കെ കുടിച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ നാളികേര വെള്ളം കുടിച്ച് തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ കോക്കനട്ട് വാട്ടറിന് എന്തോ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ വിച്ചുവിന് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായില്ല. തണുത്തിട്ടുള്ളതായ കാരണം തോന്നുന്നു വിച്ചുവിന് ഇഷ്ടമായില്ല കേട്ടോ. പക്ഷേ എനിക്കിത് ഇഷ്ടമായി. ഞാൻ തണുത്തിട്ടുള്ളത് ഇടയ്ക്ക് കുടിക്കാറുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ചും കൂടി ഒന്ന് ഇരുട്ടായപ്പോൾ ലൈറ്റൊക്കെ വന്നപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു മാർക്കറ്റ് കാണാൻ വേണ്ടിയിട്ട്. എനിക്കിതിൻ്റെ പേര് ഓർമ്മയില്ല കേട്ടോ മാർക്കറ്റിൻ്റെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ മെയിൻ ഫുഡാണ്. ഇതുപോലെ ഇങ്ങനെ സ്റ്റിക്കിൽ മീറ്റുകൾ വെച്ചിട്ടുള്ള ഫുഡാണ് കേട്ടോ. പിന്നെ നമ്മുടെ നാട്ടിൽ റുപ്പീസ് ആണെങ്കിൽ ഇവിടെ റിങ്കറ്റാണ് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരെണ്ണത്തിന് ചിക്കന് ഒരു 10 റിങ്കറ്റ്, ബീഫിന് അതിന് സെപ്പറേറ്റ് റേറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് ചിക്കൻ്റെ ആയിരുന്നു. ചിക്കൻ നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് പിന്നെ ബാക്കിയുള്ളതൊക്കെ പറയാമെന്ന് വിചാരിച്ചു. ഫിഷിന് ഇത് അപ്പുറത്തുണ്ട്. ഇവിടെ ഞാൻ നിൽക്കുന്ന പ്ലേസിൽ ചിക്കനാണ് കേട്ടോ. ചിക്കൻ, അതുപോലെ തന്നെ ബീഫ്, പോർക്ക്, പിന്നെ എന്തായാലും മട്ടൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഒക്ടോപ്പസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, നീരാളിയൊക്കെ ഉണ്ടായിരുന്നു. അതെനിക്ക് കഴിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ കഴിച്ചില്ല. വിച്ചുവിന് കഴിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ഇനി എന്തെങ്കിലും വയറിന് പ്രശ്നം വന്നാൽ 4 ദിവസം അവിടെ നിൽക്കേണ്ടതല്ല. അപ്പോൾ 4 ദിവസം റൂമിലിരിക്കേണ്ടി വരും. അപ്പോൾ അത് കഴിച്ചില്ല. എൻ്റെ കയ്യിലാണെങ്കിൽ മൈലാഞ്ചി ഒന്നും പോയിട്ടില്ല കേട്ടോ. മൈലാഞ്ചി പോയിട്ടില്ല, നെയിൽ എക്സ്റ്റൻഷൻ പോയിട്ടില്ല. നെയിൽ എക്സ്റ്റൻഷൻ പിന്നെ ഞാൻ മലേഷ്യ ടൂറിൻ്റെ ലാസ്റ്റ് ആകുമ്പോഴേക്കും റിമൂവ് ചെയ്ത് കളഞ്ഞു കേട്ടോ. കുറച്ച് എനിക്ക് ഡിസ്കംഫർട്ട് തോന്നിയപ്പോൾ ഞാൻ റിമൂവ് ചെയ്ത് കളഞ്ഞു. ചിക്കൻ കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അധികം സ്പൈസി ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം വിച്ചുവിന് സ്പൈസി ഒട്ടും പറ്റില്ല. എനിക്ക് സ്പൈസി നല്ല ഇഷ്ടമാണ്. പക്ഷേ അവന് പറ്റാത്ത കാരണം നമ്മൾ സ്പൈസ്ലെസ് ആയിട്ടുള്ള ചിക്കനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ അതും കഴിച്ചിറങ്ങി. പിന്നെ നമ്മൾ അടുത്ത വേറൊരു ഷോപ്പിൽ പോയിട്ട് പിന്നെ നമ്മൾ ബീഫ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ചിക്കൻ്റെ വിങ്സും അങ്ങനെ എന്തായിരുന്നു. 1 പീസിന് 5 റിങ്കറ്റാണ്. നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നു ഒരു റിങ്കറ്റ് നമ്മുടെ നാട്ടിൽ 24 22 റുപ്പീസാണ്. അപ്പോൾ ഒരു പീസിന് ഇവിടെ 5 റിങ്കറ്റാണ് കേട്ടോ. അതുപോലെ തന്നെ 5 പീസിന് 20 റിങ്കറ്റാണ്. നമ്മൾ വിങ്സ് ഒന്നും കഴിച്ചില്ല കേട്ടോ. സോസേജ് ഒക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. അതുപോലെ തന്നെ പ്രോൺസ് ഉണ്ടായിരുന്നു. നമ്മളതൊന്നും കഴിച്ചില്ല. നമ്മൾ പ്രോൺസൊക്കെ ലാസ്റ്റ് ആയപ്പോഴാണ് കേട്ടോ കഴിച്ചു തുടങ്ങിയത്. അതായത് മലേഷ്യ ട്രിപ്പിൻ്റെ ലാസ്റ്റ് ആയപ്പോൾ ഇനി എന്തെങ്കിലും വയറിന് ഇഷ്യൂ ഉണ്ടാവാൻ വെച്ചിട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ഇതിൽ മാംഗോ, അതുപോലെ തന്നെ വാട്ടർമെലൺ ഉണ്ടായിരുന്നു, പൈനാപ്പിൾ ഉണ്ടായിരുന്നു, അങ്ങനെ എന്തൊക്കെ മിക്സ്ഡ് ആയിട്ടുള്ളതുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അതിൽ മാംഗോ കഴിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മാംഗോ കഴിച്ചു. വിച്ചു വാട്ടർമെലനും പൈനാപ്പിളാണ് കേട്ടോ കഴിച്ചത്. അതിനുശേഷം പിന്നെ ഞാനൊരു ചപ്പൽ മേടിക്കാൻ വേണ്ടിയിട്ട് ഷോപ്പിൽ കയറി കേട്ടോ. കാരണം ഞാൻ കൊണ്ടുവന്നത് ഷൂ ആണ്, ചപ്പൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. ഷൂ ഇട്ടിട്ട് എൻ്റെ കാലൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനൊരു ചപ്പൽ മേടിച്ചു. 10 റിങ്കറ്റ് ആയിരുന്നു കേട്ടോ ഒരു ചപ്പലിന്. ആ ഒരു ഗ്ലിറ്റർ ആയിട്ടുള്ള ചപ്പലിൽ ബ്ലാക്ക്, അതാണ് കേട്ടോ മേടിച്ചത്. അങ്ങനെ നമ്മൾ പോരാറാകുമ്പോൾ നല്ല മഴ അങ്ങോട്ട് പെയ്തു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുടയൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. വീട്ടിൽ നിന്ന് വരുമ്പോൾ നമ്മൾ മഴ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ വഴിയിലെത്തിയപ്പോൾ ഒരു കുടയൊക്കെ മേടിച്ചു. നല്ല ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ളൊരു കുടയാണ് കേട്ടോ. പിന്നെ ഞാൻ ബസ്സിൽ കയറിയിട്ട് എന്തോ ഒരു വേഫിലോ അങ്ങനെ എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കണം കേട്ടോ, ഒരു സ്വീറ്റ്. നമ്മൾ അതിനിടയിൽ ഒരു ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു രാത്രിക്ക് എന്തെങ്കിലും മേടിക്കാൻ വേണ്ടി. അപ്പം നമ്മൾ കപ്പ് നൂഡിൽസും അതുപോലെ തന്നെ ഈ ഒരു സംഭവം മേടിച്ചു. ഇതുപോലെ ടൂറിസ്റ്റുകൾ വന്ന ബസ്സാണ് കേട്ടോ ഇത്. കുറേ ബസ് ഉണ്ടായിരുന്നു നമ്മളെപ്പോലെ. ചിലതിങ്ങനെ മേൽഭാഗം ഓപ്പൺ ആയിട്ടുള്ള ബസ്സായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ബസ് ഇനി അടുത്ത സ്ഥലത്തിലോട്ടാണ് പോണത്. വേറെ എവിടേക്കുമല്ല, നമ്മൾ ട്വിൻ ടവർ കാണാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ.
യെസ്, ഫൈനലി നമ്മളിതാ ട്വിൻ ടവറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. എന്ത് ഭംഗിയാണെന്നൊക്കെ കാണാനായിട്ട് നല്ല രസമാണ് കേട്ടോ. രാവിലെ കണ്ടതിനേക്കാളും എത്രയോ എത്രയോ ഭംഗിയാണ് രാത്രി കാണാനായിട്ട്. മലേഷ്യയിൽ എന്തൊരു പറയുക, ഒരു ഐക്കോണിക് ആയിട്ടുള്ളൊരു സംഭവമാണല്ലേ ട്വിൻ ടവർ. ഞാൻ എൻ്റെ ലൈഫിൽ ഒട്ടും വിചാരിച്ചിട്ടില്ല കേട്ടോ മലേഷ്യയിൽ പോകുന്നു. കാരണം ഞാൻ ഓൾറെഡി സിംഗപ്പൂർ പോയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഹണിമൂൺ ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ മലേഷ്യ നമ്മുടെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നേ ഇല്ല. നമ്മുടെ ലിസ്റ്റിൽ വിയറ്റ്നാം ആയിരുന്നു. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരിക്കും ബ്ലോഗിലൊക്കെ, വിയറ്റ്നാം ആയിരിക്കും പോകാൻ ചാൻസ് ഉണ്ടാവുകയെന്ന്. പക്ഷേ വിയറ്റ്നാം നമ്മൾ ലാസ്റ്റ് ടൈമാണ് ക്യാൻസൽ ചെയ്തിട്ട് മലേഷ്യയിലോട്ട് വന്നത്. പിന്നെ മലേഷ്യ എനിക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ല കാണാനായിട്ട്. കാരണം ഞാൻ പറഞ്ഞു നേരത്തെ സിംഗപ്പൂർ ഞാൻ ഓൾറെഡി ഇതിൻ്റെ അടുത്ത സ്ഥലം വന്നിട്ടുള്ള കാരണം എനിക്ക് കുറച്ചും കൂടി ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നത് വിയറ്റ്നാം, തായ്ലാൻഡൊക്കെയാണ്. അപ്പോൾ പിന്നെ നമ്മൾക്ക് ചെറിയൊരു ഇഷ്യൂ വന്നപ്പോൾ നമ്മൾ പാക്കേജ് എടുത്ത് മലേഷ്യയിലേക്ക് വന്നതാണ് കേട്ടോ. പിന്നെ നമ്മൾ ട്വിൻ ടവറൊക്കെ കണ്ടു, കുറച്ച് നേരം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അതിനുശേഷം നമ്മൾ സലോമ ബ്രിഡ്ജിൽ പോയി. ഇതാണ് സലോമ ബ്രിഡ്ജ്. സലോമ ബ്രിഡ്ജ് വന്നിട്ടുണ്ടെങ്കിൽ ഫുൾ ലൈറ്റ് അറേഞ്ച്മെൻ്റ് ആയിട്ടുള്ളൊരു ബ്രിഡ്ജാണ്. സലോമ ബ്രിഡ്ജ് കടന്നു പോകുന്ന പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ സലോമ ബ്രിഡ്ജിൻ്റെയും അതുപോലെ തന്നെ ട്വിൻ ടവറിൻ്റെയും നല്ല അടിപൊളി വ്യൂ കാണാൻ പറ്റും. അതാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഞാൻ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെയാണെങ്കിൽ നമ്മുടെ ഐഫോണിൽ ഫോട്ടോ എടുക്കുന്ന കുറേ ചേട്ടന്മാരെ കാണാം കേട്ടോ. കുറേ ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എത്ര 10 റിംഗറ്റിനാണ് ഒരു ഫോട്ടോയ്ക്ക്. അങ്ങനെ നമ്മൾ 2 ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ രാത്രി നമുക്ക് റൂമിൽ പോയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫുഡ് പാഴ്സൽ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ഹോട്ടലിൽ പോയിട്ട് റൈസും അതുപോലെ തന്നെ ചിക്കൻ കറിയും പിന്നെ ചിക്കൻ വറുത്തതൊക്കെ ആയിരുന്നു ഫുഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഈ ഒരു പാക്കേജിൽ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഉണ്ട്. അത് നമ്മൾ ക്യാഷ് കൊടുത്തിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. ബാക്കിയൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് കഴിക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഡിന്നർ രാത്രിക്കുള്ളത് പാഴ്സൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഇതാ വീണ്ടും ട്വിൻ ടവറിനെ താഴോട്ട് വന്നു. കുറച്ചധികം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട്. പിന്നെ നമ്മൾ ഇതാ റൂമിലോട്ട് തിരിച്ച് പോകാൻ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ട്രിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇന്നത്തെ പാക്കേജിലുള്ള എല്ലാ സ്ഥലവും നമ്മൾ വിസിറ്റ് ചെയ്തു. വിശദമെല്ലാം പിടിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ളത് നാളത്തെ വ്ളോഗിൽ കാണാൻ പറ്റും. എല്ലാം ഞാൻ പെട്ടെന്ന് തന്നെ വീഡിയോസൊക്കെ ഇടാം കേട്ടോ. നമ്മൾ 4 ദിവസം ഇവിടെ ഉണ്ട്. 4 ദിവസത്തെ വ്ളോഗ് ഞാൻ അപ്ലോഡ് ചെയ്യാം. പിന്നെ നമ്മൾ റൂമിലെത്തിയിട്ട് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നല്ല സുഖമായിട്ടാണ് കിടന്നുറങ്ങിയിട്ടോ. അപ്പോൾ അത്രയുള്ള ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ബൈ.